മഹാനായ വീരാനൗലിയ പാപ്പ നമുക്കെല്ലാം അറിയാം. കേരളക്കരയിൽ വീരാനൗലിയ പാപ്പാനെ അറിയാത്തവരുണ്ടാവും തോന്നുന്നില്ല അല്ലേ? അത്രയും പ്രസിദ്ധനാ. എറണാകുളം ചെന്ന് നോക്കിയാലും കൊല്ലത്ത് ചെന്ന് നോക്കിയാലും തിരുവനന്തപുരം ചെന്ന് ചോദിച്ചാലും മലബാറിന്റെ മുത്ത് മഹാനായ മീറാൻ ഔലിയ. എന്തിയത്? മഹാനായ മംഗലാപുരം മൗല ജലാൽ മസ്താൻ 4 സിൽസിലയിലും ഖാദിരി റിഫായി ജിഷി സുഹ്റവർദി 4 സിൽസിലയിലും കാമിലായ മുറബി ഗൗസ് സമാന്റെ സുൽത്താൻ അവരുടെ ഖലീഫയാണ് മഹാനായ വീരാൻ ഔലിയ. മഹാനായ മംഗലാപുരം മൗല ജലാൽ മസ്താൻ അവരുടെ ജനനം തന്നെ മഹാനായ കണ്ണൂർ സിറ്റി മൗലയുടെ ഖറാമത്തോടെയാണ്. ചരിത്രം പറയുമ്പോൾ നീണ്ടുപോകും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ 4 സിൽസിലയിലും കാമിലായ മുറബിയും ജമാന്റെ സുൽത്താനും ജലാലിയുമായ വീരാൻ ഔലിയ പാപ്പാന്റെ പേരക്കുട്ടിയാണ്. ജലാൽ മസ്താൻ തങ്ങളുടെ പേരക്കുട്ടിയാണ് വീരാൻ ഔലിയ പാപ്പ. അതുകൊണ്ട് തന്നെ അത് ഒത്തിരി വെയിറ്റ് അധിക വല്യപ്പാര സ്വഭാവമാണ് പേരക്കുട്ടികളിൽ ഉണ്ടാവുക. തന്റെ ഷെയ്ഖിന്റെ സ്വഭാവമാണ് തന്നിൽ ഉണ്ടാവുക. ആ ഷെയ്ഖ് ജലാലിയാണോ ഇദ്ദേഹം ജലാലി? തന്റെ ഷെയ്ഖ് ജമാലിയാണോ ഇദ്ദേഹവും ജമാലി? അപ്പൊ വീരാൻ ഔലിയ പാപ്പാന്റെ ഷെയ്ഖ് ജലാലിയാണ്. 4 സിൽസിലയിലും കാമിലായ മുറബി മുഹമ്മദ് മൗല ജലാൽ മസ്താൻ. ആ വീരാൻ ഔലിയ പാപ്പാന്റെ ഹാലെന്ത്? ഒറ്റൊന്ന് മാത്രം പറയാം. IAS പാസ്സായ ഒരു കക്ഷി ഡൽഹിയിൽ പോയി തന്റെ ബന്ധത്തിൽപ്പെട്ടവരെ MP-യെ പിടിച്ചുകൊണ്ട് പലവിധ ഓഫീസുകളും കയറി ജോലിക്ക് വേണ്ടി തെണ്ടി. കിട്ടിയില്ല. ദിവസങ്ങളോളം പണിയെടുത്ത് നടന്ന് ഒരു രക്ഷയുമില്ലാതെ നിരാശയോടെ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറി തിരിച്ചു പോരുമ്പോൾ ട്രെയിനിൽ വെച്ചുകൊണ്ട് ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് തന്റെ ഈ വ്യസന കഥ, ദുഃഖകഥ വിവരിച്ചുകൊണ്ട് പറയുന്നു, എനിക്കിനി ചാവുക നല്ലത്, എനിക്കിനി ജീവിക്കുന്നതിനേക്കാളും നല്ലത് ചാവാണ്. IAS പാസ്സാവുന്നത് വരെ പഠിച്ചു പോന്ന് അതിന്റെ ശേഷം ഒരു ജോലിക്ക് വേണ്ടി ഡൽഹി ധാരാളം ഓഫീസുകൾ കയറി ഒരു രക്ഷയുമില്ല, നിരാശപ്പെട്ടു. ഈ മനുഷ്യൻ ഒരു പഴയ മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിരാശപ്പെടണ്ട, നിങ്ങൾ കാര്യം ചെയ്യും. മണ്ണാർക്കാട് അടുത്തുണ്ട് ഒരു മഹാൻ, നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒന്ന് പോയി വിവരം പറയും. അതെവിടെയാ? പാലക്കാട് അടുത്താ. പാലക്കാട് ഇറങ്ങുക, അദ്ദേഹം തെക്കനാ. ശരി, അല്പസ്വല്പം ചരിത്രം പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഏതായിരുന്നാലും പാലക്കാട് ഇറങ്ങി മണ്ണാർക്കാട് അന്വേഷിച്ച് കാഞ്ഞിരത്തിങ്കൽ വന്ന് മഹാനവറുകളായിരിക്കുന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കി വരുമ്പോൾ കശാലിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു തന്തപ്പൊടി, അതിന്റെ അപ്പുറത്ത് കുറച്ച് ആളുകളും ഉണ്ട്. നേരെ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ചാടിയിട്ട് എന്റെ ഫയലുണ്ട് എടുക്കുക. എന്താ പഠിച്ചോനെ പറയുന്നു? ഒന്നും അങ്ങോട്ട് പറയാനുള്ള ഒരു അവസരമില്ല. ഏതോ ഒരു മനുഷ്യൻ വന്നപ്പോ ഇങ്ങോട്ട് ഫയൽ എടുക്ക്. അപ്പൊ ഇയാൾ അന്തം വിട്ട് നിൽക്കുക. വേഗം പെട്ടെന്ന് ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വല്ല ഓഫീസിലും പോയതാണോ? ആയെങ്കിൽ ആ ഫയലുകൾ എടുക്കി. അപ്പൊ ആൾക്ക് വേഗം പിടികിട്ടി. ഇങ്ങനത്തെ ഒരു സംഭവം അനുഭവത്തിലില്ലല്ലോ. വേഗം ആ ഫയൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും വെച്ച് അതിന്റെ പുറത്ത് പെണ്ണുണ്ടാകും. ആ പെണ്ണിന് വാങ്ങിയിട്ട് പാസ്സാക്കി പെയ്ക്കോ. ഇയാൾ അന്തം വിട്ട് നിൽക്കുക. അപ്പോ കൂടെയുള്ള ഒരാൾ ചെന്നിട്ട് വിളിച്ചൊഴിച്ചു കൊണ്ടുപോയി വിവരങ്ങളെല്ലാം അന്യോന്യം കൈമാറി, മോനെ നേരെ ഡൽഹിക്ക് വിട്ടോ, ജോലി ഇട്ടുന്ന. അയാൾ അപ്പാടത് വിശ്വസിച്ചു. നേരെ ഡൽഹിയിൽ കയറി, നേരെ ചെന്ന് പോന്ന ഓഫീസുകളിൽ തന്നെ ഒരു ഓഫീസിലേക്ക്, അദ്ദേഹത്തിന് തോന്നിയ ഒരു ഓഫീസിലേക്ക് കയറി ചെന്നു. വിവരങ്ങളെല്ലാം സംസാരിച്ചു. ഫയലാ വെച്ചു. അതേ ഓഫീസിൽ തന്നെ അദ്ദേഹത്തിന് ജോലി കിട്ടുന്നു. അതേ ഓഫീസിൽ തന്നെ അദ്ദേഹത്തിന്റെ റെക്കോർഡുകളെല്ലാം ശരിയാക്കി മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് ഓർഡർ ചെയ്തു. പോയിക്കോളാൻ പറഞ്ഞു. അവിടെ പോയിട്ട് ജോലി ഏറ്റെടുത്തിട്ട് ആദ്യമായി വരുന്നത് മണ്ണാർക്കാട് കാഞ്ഞിരത്തിങ്കൽ അമ്പങ്കുന്ന് മഹാനായ വീരാൻ ഔലിയ. ഒരു റളിയല്ലാഹു പറങ്ങൾക്ക് പേടിയാ വീരാൻ ഔലിയ പാപ്പ എന്ന് പറഞ്ഞാൽ. എന്താ പേടിയുണ്ടോ? സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ.
അവർ അള്ളാഹുവിനെ തൊട്ട് തൃപ്തിപ്പെട്ടവരും അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടവരും ആണ്. അതാണ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കണ്ണല്ലേ വീരാൻ ഔലിയ പാപ്പ കണ്ടത്? എന്തിനാണ് അദ്ദേഹം പോയത്, എവിടെയാണ് പോയത്, എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് എന്നൊന്നും ചോദിക്കാതെ ഫയൽ എടുക്കുക എന്ന് പറയുമ്പോൾ മഹാനായ ഫാറൂഖ് തങ്ങളുടെ കണ്ണല്ലേ. പിന്നെന്താ റളിയല്ലാഹു എല്ലാം പേടി. എന്തിനാ പേടിക്കണ? ഒരു പേടിയും പേടിക്കാനില്ല മഹാനവറുകൾ. ഇനിയും ധാരാളം പറയാനുണ്ട്, പക്ഷെ സമയം നീണ്ടുപോകുമെന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ധാരാളം നമുക്ക് അനുഭവത്തിലുള്ളതുണ്ട്. ഒരവസരം പൊട്ടച്ചിറ ജബ്ബാർ ഫൈസി എല്ലാം പൊട്ടച്ചിറയിൽ പഠിക്കുന്ന കാലത്ത് കേട്ട് കേൾവിയൊന്നുമല്ല. സലാഹുദ്ദീൻ ഫൈസിയുടെ പിതാവ് ജബ്ബാർ ഫൈസി പൊട്ടച്ചിറ പഠിക്കുന്ന കാലത്ത് അന്ന് കുഞ്ഞു മുസ്ലിം സൈക്കിൾ ഓട്ടുന്ന കാല. ഇറക്കത്തില് ചവിട്ടും കയറ്റത്തില് എടുത്ത് തോളിൽ കൊജി കുറെ എന്നെ ഏറ്റിയില്ലേ, എന്നെ ഞാനും ഏറ്റട്ടെ, മസ്താണേ, എന്താ കാട്ടുക ഒക്കെ ചിലപ്പോ കീക്കത്തൂക്കാണ് തോന്നുക. കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, കാരണം അവരുടെ കണ്ണെപ്പോഴും തന്റെ ശൈഖില. പിന്നെ എങ്ങനെ പിടിക്കും? മേപ്പിട്ട് കീപ്പിട്ട് കാണാൻ ഒന്നും കാണൂല. ഏത് സമയത്ത് എവിടെ പോയിരുന്നാലും എന്ത് ചെയ്യാണെങ്കിലും അവരുടെ കണ്ണ് കിടക്കണം അവിടെ. എന്ന് പറഞ്ഞ സ്റ്റേജുകാരാണ് മിനിമം. അതിന്റെ അപ്പുറണ്ട് അബുദാലിന്റെ മേലെയാണ് ഔത്താദ്, അതിന്റെ മേലെയാണ് കുത്തുബ്, അതിന്റെ മേലെയാണ് ഗൗസ്. അതങ്ങനെ പോണു. ഏതായിരുന്നാലും അക്കാലത്ത് ആ ജദ്ബിൽ പായുന്ന കാലത്ത് പൊട്ടച്ചിറയിൽ നിന്ന് വീരൻ ഔലിയ പാപ്പ പുറത്തു പോയി വന്നു. ബെൽറ്റ് അയച്ചു. അതിന്റെ 4 അറയും തുറന്ന് തട്ടിക്കൊട്ടി, ഒന്നും അതിലില്ല. ആ ബെൽറ്റ് അവിടെ തൂക്കി. ഷർട്ടും തുണിയൊക്കെ അഴിച്ച് നേരെ മാറ്റി അപ്പുറത്ത് പോയിട്ട് കുളിച്ചു വന്നു. വേറെ തുണി എടുത്തു, അതിന്റെ മുകളിൽ ബെൽറ്റ് കെട്ടി. ഇതെല്ലാം നോക്കി നിൽക്കുന്ന അനുഭവസ്ഥരായ അവിടത്തെ മുത്തഅല്ലിമീങ്ങള്, ഖാദിമീങ്ങളായി നിൽക്കുന്നവര് ഷർട്ടൂട്ട് മുണ്ടുകൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി മൗലിദിന് പോവുക. കൂടെ അന്നാട്ടിലുള്ള ഉമറാക്കളുണ്ട്, ഇവിടത്തെ ഉസ്താദുമാരുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് കുഞ്ഞു മുസ്ലിയരുണ്ട്, സൈക്കിളും ചവിട്ടി ഇങ്ങനെ വരുന്നു. സാധാരണ വീരൻ ഔലിയ പാപ്പാനെ കണ്ടാൽ ഒഴിഞ്ഞാണ് പോകല, ഏത് ജദ്ബാണെങ്കിലും. കാരണം ഇത് വലിയൊരു സാധനമാണെന്ന് മൂപ്പർക്കറിയാ. അതുകൊണ്ട് ഒഴിഞ്ഞിങ്ങനെയാണ് പോകല. സൈക്കിളാണ് വെക്കും, ഒഴിഞ്ഞവിടെ വെക്കും. മൂപ്പരാണ് പോയാ സൈക്കിൾ ചവിട്ടി മൂപ്പർ പോവും. അന്ന് പതിവിന് വിപരീതമായി സൈക്കിൾ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് നേർക്ക് നേരെ വന്നു. വീരൻ ഔലിയ പാപ്പ വരുന്നതിന്റെ നേർക്ക് വരാ. വന്ന് മുന്നിലുണ്ട്, എത്തിയോട് കൂടെ കൈ അടിച്ചൊരു 100 റുപ്യ ആണെന്ന്. ഇന്നല്ലേ, കൊല്ലം കുറെ മുമ്പാണ്. ഒരു 100 റുപ്യ ആണോ ചോദിച്ചു. അപ്പൊ ഒപ്പമുള്ള മുതലാളിമാര് വേഗം മാറിക്ക. കാരണം ഓലോടായിട്ട് ചോദിച്ചാലോ, ഒരു പേടിച്ച് മാറി. കയ്യിൽ വല്ലരുത്തൊന്നുമില്ല. അപ്പൊ ഒപ്പമുള്ള ഈ ഖാദിമീങ്ങളായ മുതഅല്ലിമീങ്ങൾ അന്തം വിട്ടു, പടച്ചോനെ 1 ഉറുപ്പ്യ ആ ബെൽറ്റിൽ ഇല്ലല്ലോ. 4 അറയും കൊട്ടിക്കാൻ തൂക്ക് പിടിച്ചു കൊട്ടിയത് ഞങ്ങൾ കണ്ടതാണല്ലോ. ഇനി എന്ത് ചെയ്യൂ പാപ്പ? എത്രയെന്ന് വെച്ചു. 100 റുപ്യ മുപ്പര ചൂടോടുകൂടെ തന്നെ അങ്ങനെ പോട്ടെ എടുത്ത് 100 റുപ്യ കൊടുത്തു. ഒരു തരിച്ചു പോയി. എവിടെന്നാണ് ഇല്ലാത്ത ഒന്നും ഇല്ലാത്ത ബെൽറ്റിൽ നിന്ന് 100 റുപ്യ കിട്ടി? എവിടുന്ന് കിട്ടി? അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കാലുകൾക്ക്, കൈകൾക്ക്, എല്ലാത്തിനും പ്രത്യേകതയുണ്ട്. കാരണം അവരുടെ കാലുകളിലുള്ളത് ദിക്റ്, കൈകളിലുള്ളത് ദിക്റ്, ചെവിയിലുള്ളത് ദിക്റ്, കണ്ണിലുള്ളത് ദിക്റ്, അവരുടെ മുഴുവൻ ചലനങ്ങളും ദിക്റ്. മഹാനായ ആലുവ ഒറ്റ ഉദാഹരണോടും പറയാം. പറഞ്ഞു നീണ്ടുപോണ്ടെങ്കിൽ വേഗം പറയാം, നമുക്ക് പെട്ടെന്ന് ചുരുക്കാം. മഹാനായ വീരൻ ഔലിയ പാപ്പ അല്ല ആലുവ അബൂബക്കർ മുസ്ലിയാർ ഔസിന്റെ മറാത്തിബിലായിരുന്നു എന്ന് കാഴ്ചയുള്ള മഹാന്മാര് പറയുന്നു. ആ മഹാന്റെ അടുക്കലേക്ക് കണ്ണിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ 4 വാക്കിൽ ചുരുക്കുക. കണ്ണിന് ഓപ്പറേഷൻ വേണം എന്ന് അക്കാലത്ത് ഏറ്റവും വലിയ 1971 ഏറ്റവും വലിയ ഡോക്ടർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പേടിയായി ഒരു മൂല്യര്. അങ്ങനെ ഉസ്താദ് ഇ കെ ഉസ്താദിന്റെ അടുക്കൽ വന്ന് കരഞ്ഞു പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അല്പസമയം ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞടാ, നീ ആലുവയിൽ പോയി ഒന്ന് പറടാ എന്ന്. പക്ഷെ അങ്ങനെ വെറുതെ പോലെ ഇവിടെ നിന്ന് അവിടെ എത്തുന്നത് വരെ ഫാത്തിഹ അല്ലെങ്കിൽ ഇഖ്ലാസ് ഓത്.
എന്നിട്ട് ചെന്നിട്ട് എൻ്റെ വിഷമം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹം പുറപ്പെട്ടു. ഇവിടെ നിന്ന് ജാമിയയിൽ നിന്ന് ആലുവയിൽ എത്തുന്നത് വരെ ഫാത്തിഹ ഇഖ്ലാസ് ഓതി അവിടെ ചെന്ന് പതുക്കെ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ ഒരു തുണിക്കശാലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു തന്തപാപ്പ. അതിൻ്റെ ഇപ്പുറത്ത് ഒരു 3-4 ആളുകൾ, ഒരു മൂലേരും ഒക്കെ ഉണ്ട്. പതുക്കെ അങ്ങനെ കയറി ചെന്ന് കണ്ടപ്പോ മനസ്സിലായി അതന്നെയാണ് ആള്. അങ്ങനെ ചെന്ന് അടുത്തനോട് കൂടെ അസ്സലാമു അലൈക്കും ഇങ്ങോട്ട് ചാടി നീച്ചിട്ട് ആ കണ്ണട ഒരു തട്ടി, എന്നിട്ട് ഒരൊറ്റ തുടക്കലിയാലോ എന്ത് തുടച്ചുകൊണ്ട് പറയുന്നു, കണ്ണടയും വേണ്ട, ഓപ്പറേഷനും വേണ്ട. ഇയാൾ ഇടി കൊണ്ട മരം പോലെ അങ്ങനെ സ്തംഭിച്ചു നിന്നുപോയി. പെട്ടെന്ന് ഒരാൾ വന്ന് ചോദിച്ചു, അവിടെ ഉള്ള ഒരു മൂല്യര്, എവിടുന്നാ മനെ വരുന്നു, എന്താ പോകുന്നത്, വിഷയം വേഗം പോയിക്കോ, കിട്ടി മനെ, ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, വേഗം വിട്ടോ. എന്നാ ഞാൻ എന്റെ കണ്ണട നിന്ന് എടുത്താട്ടെ. കണ്ണട വേണ്ട എന്ന് പറഞ്ഞത് പിന്നെ എടുക്കാൻ പോവുക, അപ്പൊ നിങ്ങളുടെ അസുഖം തിരിച്ചു കിട്ടണമെന്നാ വേമ്പോ. അങ്ങനെ പോന്ന് ജാമ്യയിൽ എത്തുന്നത് വരെ കണ്ണിന് ചൊറിച്ചിലില്ല, ഒമച്ചിലില്ല, നീരൊലിക്കലില്ല. ഇവിടെ വന്ന് വിവരം പറഞ്ഞപ്പോൾ ഉസ്താദ് പറയുന്നതടോ, നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ ടേബിളിൽ കയറാൻ പോകരുത്, അതിന്റെ മുമ്പ് തന്നെ ഡോക്ടറെ കണ്ട് വിവരം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടറുടെ മറ്റൊരു ക്യാമ്പിലേക്ക് ചെന്ന് ബുക്ക് ചെയ്ത് ഡോക്ടറെ കണ്ട് ചെല്ലുമ്പോ തന്നെ കണ്ണടയില്ല. ഫയല് നോക്കുമ്പോൾ ഡോക്ടർ മുഖത്ത് നോക്കുകയാണ്. അപ്പൊ പറയുന്നു, സർ എനിക്കിപ്പോ ദിവസങ്ങളായിട്ട് കണ്ണിന് വേദനയില്ല, ഒമച്ചിലില്ല, ചൊറിച്ചിലില്ല, ഒലിക്കലില്ല. ഇയാൾ കടത്തി പരിശോധിച്ചു, എല്ലാ പരിശോധനയും നടത്തി. ഇടയ്ക്കിടെ ഫയലിലേക്ക് നോക്കും, കാരണം അതൊക്കെ അവിടെ തൂണ്ടിയിടുന്നതല്ലേ. ആ ഫയലിലേക്ക് ഇടയ്ക്കിടെ നോക്കും. ഇയാളെ പരിശോധന കഴിഞ്ഞ് നേരെ വന്നിരുന്ന് ആ ഫയല് മുഴുവനും ചീന്തി നുറുക്കി കൊട്ടയിലിട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണിന് ദൈവിക ശക്തി എന്തോ ഇറങ്ങിപ്പോയി, യാതൊരു കുഴപ്പമില്ല, ഒരു ഗുളികയും വേണ്ട. مازال عبدي بالنوافل يقرب حتى أكون له يدا والأرجل والسم منه ثم عينا باصرا أي مثل ذلك في المطالب هربلا. കണ്ണടയും വേണ്ട, ഓപ്പറേഷനും വേണ്ട എന്ന് പറഞ്ഞ് ആ തടഞ്ഞതായ കയ്യിൽ അല്ലാഹുവിന്റെ ഖുദ്റത്തുണ്ട്, ആ പറഞ്ഞതായ നാവിൽ അല്ലാഹുവിന്റെ ഖുദ്റത്തുണ്ട്. ഇത് മുഹീദി ശൈഖിന്റെയോ സഹാബത്തിന്റെയോ മാത്രം പ്രത്യേകതയല്ല. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഇഹ്സാൻ കൊണ്ട് തുടരുക. ഇനി അത് വിവരിക്കാൻ പോകുന്നില്ല, സമയം കൊണ്ട് പോകും. മല്യഹിസാൻ എല്ലാവർക്കും അറിയാം, മൂല്യന്മാർക്കൊക്കെ അറിയാം. ഇതൊക്കെ മുത്താലിമീങ്ങൾക്ക് അറിയാം. പക്ഷെ കെട്ടയിക്കുമ്പോഴേ കള്ളി എന്താന്ന് പൊളിയുള്ളൂ. അപ്പൊ അതിലേക്ക് ഇപ്പൊ പോകാൻ സമയമില്ല, ഞാൻ അതിലേക്ക് പോകുന്നും ഇല്ല. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. മഹാന്മാരായ അള്ളാഹുവിന്റെ അടിമകൾ അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടിമകള്. കാരണം ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി, ഇവിടെ നിന്ന് തന്നെ സ്വർഗം വാങ്ങിയവരാണ് അവര്. നാളെ മാശരിയൊക്കെ കഴിഞ്ഞ് പാലവും കടന്ന് ചെന്നിട്ടാ പറയല്ലേ. ഈ ആയത്ത് എപ്പോഴാ പറയാ? ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി, ഇതെപ്പോ പറയും? നീ എന്റെ അടിമകളിൽ പ്രവേശിക്ക്, നീ എന്റെ സ്വർഗത്തിൽ പ്രവേശിക്ക്. എപ്പോഴാ പറയാ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ഈ സ്റ്റേജിൽ ഒരു മുഅ്മിന്, അല്ലാഹുവിന്റെ അടിമയായ ഒരു മുഅ്മിന് ആ സ്റ്റേജിൽ എപ്പോൾ എത്തുന്നുവോ ആ സമയം അവനോട് പറയുന്നതാണ് ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. കശ്ഫുള്ള മഹാന്മാരുടെ തഫ്സീറുകൾ നോക്ക്. ഉദാഹരണം റൂഹുൽ ബയാൻ പോലെയുള്ള തഫ്സീറുകൾ നോക്ക്, അതിൽ സൂചന കാണാം. അവരാണ് അള്ളാഹുവിന്റെ അടിമകള്.
എപ്പോഴാണ് ആ സ്റ്റേജിൽ എത്തുന്നതെങ്കിൽ ആ സ്റ്റേജിലെത്തിയാൽ അവർ സ്വർഗത്തിന്റെ അഖിലുകാരാണ്. സ്വർഗം അല്ലാഹു അവർക്ക് റൈഷ് ചെയ്ത് കൊടുത്തുപോയി. അലാ ഇന്ന ഔലിയ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാന്റെ ഔലിയാക്കൾക്ക് പേടി മുഷ്പൊന്നുമില്ല. അർത്ഥം പറഞ്ഞു പോകാൻ എളുപ്പമാണ്, പക്ഷേ എന്തുകൊണ്ടില്ല? അവർ സ്വർഗത്തിലാണ്, ആത്മീയമായ ഒരു സ്വർഗത്തിലാണ്. അവർക്ക് പിന്നെന്താ പേടി? പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നമല്ല. കുന്നു കുലുങ്ങിയാലും കുഞ്ഞാച്ചു കുലുങ്ങൂല എന്ന് പറഞ്ഞില്ലേ പഴമൊഴി? എന്നതുപോലെ ആകാശത പൊളിഞ്ഞാടണമെന്ന് പറഞ്ഞാൽ അത് എന്റെ റബ്ബിൻ്റെതല്ലേ? ഓ, അതെന്റെ റബ്ബിൻ്റെതല്ലേ? എന്താ അർത്ഥം? ഞാൻ എന്റെ റബ്ബിൻ്റെതാണ്, ആകാശവും റബ്ബിൻ്റെതാണ്, എന്റെ തലയിൽ കേടൂല. ഇനി ഇടാ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇട്ടോട്ടെ, പിന്നെന്താ പേടി? ഒരു പേടിയില്ല. അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ആ മഹാനായ വീരാൻ വലിയ പാപ്പയാണ് ഇതിന്റെ ബാക്കിൽ. അതുകൊണ്ട് ഇതിൽ ബർക്കത്തുണ്ടാവും. ഇതിന് സഹായിക്കുന്നവരുടെ സമ്പത്തില്, ശരീരത്തില്, ഏർപ്പാടില്, അത് ബഹറിലോ ബറിലോ എവിടെയായിരുന്നാലും, നാട്ടിലോ വിദേശത്തോ എവിടെയായിരുന്നാലും അതിൽ ബർക്കത്തുണ്ടാവും. കാരണം അള്ളാഹുവിന്റെ നൂറാനിയത്ത് ഇങ്ങനെ പാസ് ചെയ്യും. മഹാനവറുകൾ ഇവിടെ ഇല്ല എന്നൊന്നും ധരിക്കണ്ട, ഇല്ല എന്നൊന്നും ധരിക്കണ്ട. ഇത് ഖുറാഫി അല്ലല്ലോ, ഖുറാഫിയിൽ ഖുറാഫിയാണല്ലോ ഈ ചങ്ങായി. അനുഭവങ്ങളാ പറയണ്. അടുത്ത കാലങ്ങളിൽ 3 വർഷം മുമ്പ് വഫാത്തായി പോയ ഒരു മഹാൻ മറ്റൊരാളോട് വന്ന് പറയാണ്, ഞാൻ പറഞ്ഞ ടൈം ആയി, പോ അജ്മീറിൽ പോ. വർഷം 3 കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞാ വിശ്വസിക്കോ? കണ്ടോ? ഞാൻ അങ്ങനത്തെ കൂടുതൽ പറയണില്ല, കാരണം പിന്നെ കുറെ ആൾക്ക് അതുമേ പണി. അജാതി തുണ്ടെടുത്തിട്ട് പിന്നെ അതുമേ പണി. അതിന്റെ അപ്പുറപ്പുറം ഒന്നും എടുക്കൂല, അതിന്റെ അപ്പുറപ്പുറം ഒന്നും എടുക്കൂല. ഏതുപോലെ ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യനാണെന്ന് നബിയെ തങ്ങൾ പറയുക. അതിന്റെ അപ്പുറം എന്താ? അത് പോട്ടെ, റസൂൽ നമ്മളെ പോലത്തെ മനുഷ്യനല്ലേ? ഹബീബേ, നാവുകൊണ്ട് പറയാൻ കഴിയോ? എന്നതുപോലെ ഇത്തരം ചില ഖുറാഫാത്ത് പറയുമ്പോ അവർ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടാ പിന്നെ സംസാരം. എന്റേത് സംസാരിക്കുന്നുണ്ട് എന്നല്ല പറയുന്നത്, പൊതുവിൽ അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ അവരാ. അതിന് തെളിവ് കേട്ടോ, നീ കേട്ടോ. ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എന്റെ അമ്മാനില്ലാതെന്നവർ. അബ്ദുൽ ഖാദറെ എന്റെ അമാനത്തിൽ പറ എന്ന് പറഞ്ഞിട്ടല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്താ അമാനത്ത്? അമാനത്ത് എന്താ? ഇന്നാ അർളിനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിലഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. അതാണ് അമാനത്ത്. പച്ചയിൽ പറയാൻ വയ്യ, അതാണ് അമാനത്ത്. ആ അമാനത്ത് കൊണ്ട് പറ അബ്ദുൽ ഖാദറെ എന്ന് എന്നോട് പറഞ്ഞിട്ടല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് മഹാനായ ഗൗസുൽ അഅ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അവർ ഫുൾ ഫില്ലാഹ് ഫനായിലാണ്. അല്ലാഹു തആല അത്തരം മഹാന്മാരെ സ്നേഹിക്കാൻ, അവരോട് പിൻപറ്റാൻ, അവരെ കൊണ്ടുവന്ന പാതയിൽ നിന്ന്, അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് ദീനിനെ സ്നേഹിക്കാൻ, സഹായിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ.